നമസ്കാരം. നമ്മുടെ നാട്ടിലെ പുതിയ നിയമങ്ങളൊക്കെ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രത്യേകമായിട്ട് ഞാനൊരു ഇന്ത്യൻ സിറ്റിസനാണെന്ന് തെളിയിക്കപ്പെടേണ്ട ഒരു രേഖയും നമ്മുടെ പക്കലില്ല എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം, ഒരു വാർത്ത. നമ്മുടെ നാട്ടിൽ ഞാനൊരു സിറ്റിസനാണെന്ന് തെളിയിക്കാനുള്ള ഒരുപാട് കാർഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. 1 ആധാർ കാർഡ്, 2 ഇലക്ഷൻ ID കാർഡ്, 3 റേഷൻ കാർഡ്, 4ാമതായിട്ട് പാൻ കാർഡ്. ഇത്തരം കാർഡുകൾ നമുക്കുണ്ട്. ഈ ഒരു കാർഡുകൾ കൊണ്ടും ഞാനൊരു സിറ്റിസനാണെന്ന് തെളിയിക്കാൻ പറ്റില്ല എന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത്. പിന്നെ എന്താണ് നമ്മുടെ ഒരു സിറ്റിസനാണ് തെളിയിക്കാൻ വേണ്ടതായ എവിഡൻസ് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി എന്ത് വെച്ചാണ് നമ്മളൊരു സിറ്റിസനാണെന്ന് ഗവൺമെൻറ് ബോധ്യപ്പെടുത്തും എന്നതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. കാരണം ഞാനൊരു പ്രവാസിയാണ്. ഇവിടെ ഞാനൊരു സിറ്റിസണെന്ന് തെളിയിക്കുന്നത് എൻ്റെ പാസ്പോർട്ട് വെച്ചിട്ടാണ്. എൻ്റെ പാസ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ത്യൻ സിറ്റിസനാണെന്ന് ഞാനിവിടെ തെളിയിക്കുന്നത്. ഈ പാസ്പോർട്ട് കൊണ്ടിപ്പോൾ നാട്ടിൽ വന്നിറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസനെ നാട്ടിൽ വന്നിറങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ലീഗലായിട്ട് വിസ പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് നാട്ടിൽ വരാൻ പറ്റത്തേ ഉള്ളൂ. കാരണം ഈ നാട്ടിൽ നിന്ന് മറ്റ് ഇന്ത്യയിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നത് എങ്ങനെയാണോ ആ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് നാട്ടിലേക്ക് വരാൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എവിഡൻസുകളൊന്നുമില്ല. എല്ലാം ഇടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള നിയമങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആകപ്പെടെ തെളിയിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റാണ്. അത് വന്നിട്ട് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ബർത്ത് സർട്ടിഫിക്കറ്റാണ് നമ്മുടെ പൗരത്വ രേഖയെന്ന് പറയപ്പെടുന്നത്. അത് നിയമപരമായിട്ട് 1955 വന്നൊരു നിയമമാണ്. അതിനെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മളൊരു സിറ്റിസനാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് നിയമം വന്നിട്ടുണ്ട്. ഇനി അതിനെ എടുത്ത് മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിയമങ്ങൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, 1950 ജനുവരി 26 മുതൽ 1987 ജൂലൈ 1 വരെ ജനിച്ചവർക്ക്, അതായത് ഈ കാലയളവിൽ ജനിച്ചവർ 1987 മുതൽ 2004 വരെ ജനിച്ചവർക്ക്, അവർക്ക് നമ്മുടെ സിറ്റിസനാണ് തെളിയിക്കാനായിട്ട് ഒന്ന് അവർ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. രണ്ടാമത് നമ്മുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ പൗരത്വമുള്ളവരായിരിക്കണം. അതായത് നമ്മുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. പിന്നെ നമ്മളും ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് ഒരു നിയമം പറയുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് 1987 ജൂലൈ മുതൽ 2004 ഡിസംബർ 3 വരെ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഒന്ന് ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. രണ്ടാമത് ജനനസമയത്ത് മാതാപിതാക്കൾ ഒരാൾ, രണ്ടാമതായിട്ട് ഇന്ത്യയിൽ ജനിച്ചവരിൽ മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യൻ പൗരത്വമുള്ളവരായിരിക്കണം. ഇത് രണ്ടാമത്തൊരു ഇതാണ്. അതായത് 87 മുതൽ 2004 വരെ ജനിച്ചവർക്ക്. അടുത്ത് 2004 മുതൽ ഡിസംബർ 3 വരെ ജനിച്ചവർക്ക് ഒന്ന് ഇന്ത്യയിൽ ജനിച്ചിരിക്കണം. രണ്ടാമത് മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യൻ പൗരത്വമുള്ളവരായിരിക്കണം. രണ്ടുപേരും ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, മറ്റേയാൾ വന്നിട്ട് ഇല്ലീഗൽ മൈഗ്രൻ്റ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം നിയമങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ നമ്മൾ കൊണ്ടുവരാറുള്ളത്. ഇനി ഇതും വല്ല മാറ്റം വരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ഇനി നമ്മൾ തലകുത്തി മറിയേണ്ടി വരും നമ്മളെ ഒരു ഇന്ത്യൻ സിറ്റിസനും തെളിയിക്കാനായിട്ട്. ഇത് ആർക്ക് വട്ടുപിടിച്ചെന്ന് അറിയാൻ പാടില്ല. ഇന്ത്യ ഗവൺമെൻറ് നരേന്ദ്രമോദിക്ക് വട്ടുപിടിച്ചതാണോ വേറെ ആർക്കെങ്കിലും വട്ടുപിടിച്ചതാണോ എന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ തലകുത്തി മറിയേണ്ടി വരും ഞാനൊരു ഇന്ത്യൻ സിറ്റിസനും തെളിയിക്കാനായിട്ട്. നമ്മുടെ നിയമം ഏത് തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിന് ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ബൈബിളിൽ പറയാറുണ്ട്, അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത് ഈ 666 എന്ന് പറഞ്ഞൊരു നമ്പർ വെച്ച് നമുക്ക് മുദ്ര കുത്തുകയും അത് വെച്ച് പിന്നീട് അതായത് ഒരാളുടെ അണ്ടറിൽ നമ്മൾ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരും എന്നുള്ളൊരു ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത്തരം സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം നമുക്ക് എന്തുണ്ടെങ്കിലും ഒരാളുടെ കീഴിൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഈ കാലം മാറ്റിയിട്ട് നമ്മൾ സ്വതന്ത്രരല്ലാതെ
നമുക്ക് ഏതൊരു വിധ സ്വന്തമായിട്ട് അധ്വാനിക്കാനോ നമുക്കൊരു വരുമാനം കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കാനും ഒരു അർഹതയില്ലാത്ത മനുഷ്യരായി കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം എല്ലാം കൊണ്ടും ഒരുത്തൻ്റെ കുടക്കീഴിൽ കൊണ്ടുവെക്കുന്ന രീതിയിലായി ആയിപ്പോകുമോ എന്നൊരു ഭയം ഇനിയുള്ള തലമുറകൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കാർക്കും ഇന്ത്യയിൽ ഒന്നും ഒരു ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും ചെയ്യുവാനോ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ അതോ എന്തെങ്കിലും എന്താണെന്ന് അറിയത്തില്ല. ആർക്കാണ് വട്ടുപിടിക്കണമെന്നും അറിയത്തില്ല. നിയമങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞു, പിന്നെ പാൻ കാർഡ് എടുക്കാൻ പറഞ്ഞു. ഫസ്റ്റ് റേഷൻ കാർഡായിരുന്നു, പിന്നെ ഇലക്ഷൻ ഐ ഡി വന്നു, ആധാർ കാർഡ് വന്നു, പാൻ കാർഡ് വന്നു. ഇനി ഏതൊക്കെ കാർഡ് വരും എന്നൊന്നും പറയാനൊക്കത്തില്ല. ഇനി ഏതിനൊക്കെ പോയി നമ്മൾ തലവെച്ച് കൊടുക്കാൻ വേണ്ടിയൊന്നും നമുക്ക് ഒരു നേരത്തെ അരി വാങ്ങണമെങ്കിൽ അവർ പറയുന്ന നിയമങ്ങളനുസരിച്ച് നമുക്ക് പോകേണ്ടി വരുമോ എന്നും അറിയത്തില്ല. ഈ ഗൾഫ് രാജ്യങ്ങളിൽ വന്നിട്ട് അയൽ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും വന്നിട്ട് ചിപ്പ് ശരീരത്തെ ഘടിപ്പിച്ചുകൊണ്ട് പിന്നെ നമുക്ക് പണത്തിൻ്റെ ആവശ്യമില്ല, പണം നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ വന്നു തുടങ്ങി. കാരണം ഇപ്പം നമുക്ക് എല്ലാവരും ഫോണിലാണ്, ഗൂഗിൾ പേയും മറ്റുമാണ് കൊണ്ട് നടക്കുന്നത്. ഗൂഗിൾ പേ വഴി പൈസ അയക്കുക, കാശ് നമുക്ക് കൈ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ പല രാജ്യങ്ങളിൽ വന്നിട്ട് ഒരു ചിപ്പായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചിപ്പ് ഘടിപ്പിച്ചാൽ മതി. ആ ചിപ്പിനകത്ത് തന്നെ നമ്മുടെ നമ്മൾ ഏത് സിറ്റിസൺ ആണെന്നും നമ്മൾ ഏത് രാജ്യക്കാരനാണെന്നും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു ഇത് മതി. നമ്മൾ പൈസ കൊണ്ട് നടക്കണ്ട. ആ ഒരു സിറ്റുവേഷൻ പല രാജ്യങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ് അറിവ്. നമ്മുടെ പല ന്യൂസുകളും കേട്ടിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പം അതിന് അത്തരം കാര്യത്തെ പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണോ എന്നും അറിയത്തില്ല. അപ്പം നമുക്ക് പിന്നെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടിമത്തത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. അടിമകളായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം വരും തലമുറകൾക്ക് ഉണ്ടാവേണ്ടി വരുമോ എന്നും അറിയത്തില്ല. കേൾക്കുമ്പോൾ ഒരു ആദ്യമാണ് നമ്മുടെ തലമുറകൾക്ക് അതൊരു പ്രശ്നമായി മാറുമോ, എന്താണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകണമെന്ന് അറിയത്തില്ല. ഈ തോന്നുന്നത് പോലെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമാണോ നമ്മുടെ നാട്ടിലൊന്നും അറിയാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ ഐഡിയ തന്നും ആ ഐഡിയ കൊണ്ട് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവരുടെ രീതിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഓരോ ക്രമീകരണങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. എന്നാൽ ഒരു രൂപയ്ക്ക് പ്രയോജനമില്ല പുല്ലുകൾ. എന്തായാലും സന്തോഷമുണ്ട്, പുതിയ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്, നടക്കട്ടെ. ഒന്നും പറയാനില്ല, അഭിപ്രായങ്ങൾ പറയുക, അത്രയേ ഉള്ളൂ.